കേരളത്തിലെ ജയിലുകളെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? മിക്കവാറും ഏതെങ്കിലും സെൻട്രൽ ജയിലായിരിക്കും, അല്ലേ? പക്ഷേ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജയിൽ സംവിധാനം നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് വലുതാണ്. അതിന് പല തട്ടുകളുണ്ട്. അപ്പോ നമുക്ക് ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? സബ് ജയിൽ, സെൻട്രൽ ജയിൽ, ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ എന്താണിതൊക്കെ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം? പിന്നെ ഒരാളെ ഏത് ജയിലിലേക്കാണ് അയക്കുന്നതെന്ന് എങ്ങനെയാ തീരുമാനിക്കുന്നത്? ഇതൊക്കെ പലർക്കുമുള്ള സംശയമാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് നോക്കാം. നമ്മൾ സാധാരണ ജയിലുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരെ മുതിർന്നവരുടെ കാര്യത്തിലേക്കാണ് പോവുക. പക്ഷെ നമുക്ക് അവിടെ നിന്നല്ലാതെ അത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഭാഗത്തു നിന്ന് തിണങ്ങാം. കാരണം ഈ സംവിധാനം മുതിർന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതിലൊന്നാണ് ബോസ്റ്റൽ സ്കൂൾ. 18നും 21നും ഇടക്ക് പ്രായമുള്ളവരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാല്, കേരളത്തിൽ ആകപ്പാടെ ഒരൊറ്റ ബോസ്റ്റൽ സ്കൂളേ ഉള്ളൂ. അത് തൃക്കാക്കരയിലാണ്. അപ്പോ അടുത്ത ചോദ്യം, 18 വയസ്സിൽ താഴെയുള്ളവരുടെ കാര്യമോ? അവരെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക? അവിടെയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ മാറുന്നത്. ഇവിടെ ഒരു വലിയ നിയമപരമായ വ്യത്യാസമുണ്ട്. 18നും 21നും ഇടയിലുള്ളവർ ജയിൽ വകുപ്പിന്റെ കീഴിലുള്ള ബോസ്റ്റൽ സ്കൂളുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ 18 വയസ്സിൽ താഴെയുള്ളവരുടെ കാര്യം വരുന്നത് ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിന് കീഴിലാണ്. അതായത് ഒബ്സർവേഷൻ ഹോമുകൾ, സ്പെഷ്യൽ ഹോമുകൾ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക്. ചുരുക്കി പറഞ്ഞാൽ 2 വ്യത്യസ്ത നിയമവ്യവസ്ഥകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കേ, ഇനി നമുക്ക് മുതിർന്നവർക്കായുള്ള നമ്മുടെ പ്രധാന ജയിൽ സംവിധാനത്തിലേക്ക് വരാം. ഇതെങ്ങനെയാണ് പലതായി തരംതിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായും 5 തരം ജയിലുകളാണുള്ളത്. സബ് ജയിലുകൾ, സ്പെഷ്യൽ സബ് ജയിലുകൾ, ജില്ലാ ജയിലുകൾ, സെൻട്രൽ ജയിലുകൾ, പിന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായ തുറന്ന ജയിലുകൾ. ഇനി ഇതിന്റെയൊക്കെ എണ്ണം നമുക്ക് നോക്കാം. നമുക്ക് കണക്കുകളിലേക്ക് വരാം. കേരളത്തിലാകെ 16 സബ് ജയിലുകളാണുള്ളത്. അത്രയും തന്നെ, അതായത് 16 സ്പെഷ്യൽ സബ് ജയിലുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇനി ജില്ലാ ജയിലുകളുടെ കാര്യം. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എല്ലാ ജില്ലകളിലും ഓരോന്നില്ല. ആകെ 13 എണ്ണമാണ് നമുക്കുള്ളത്. അതിനർത്ഥം ഒരു ജില്ലയില് ജില്ലാ ജയിലില്ല. ആ ജില്ല ഏതാണെന്നറിയാമോ? അത് മലപ്പുറമാണ്. ഇനി നമുക്ക് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജയിലുകൾ നോക്കാം. കേരളത്തിലാകെ 4 സെൻട്രൽ ജയിലുകളാണുള്ളത്. അതീവ സുരക്ഷാ ജയിലുകളാണിത്. ഇതിനൊക്കെ പുറമെ തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ള 3 തുറന്ന ജയിലുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ശരി, ഇപ്പോൾ ഇത്രയും തരം ജയിലുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു കുറ്റവാളിയെ ഏത് ജയിലിലേക്ക് അയക്കണമെന്ന് അധികാരികൾ എങ്ങനെയാ തീരുമാനിക്കുന്നത്? ഈ തരംതിരിവുകൾക്കൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല. അതിനെല്ലാം കൃത്യമായ ഒരു കാരണമുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. അപ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇതാണ്: ശിക്ഷയുടെ കാലാവധി. അതാണ് പ്രധാന ഘടകം. 1 മാസം വരെ ശിക്ഷ കിട്ടിയവരെ സബ് ജയിലിലാണ് പാർപ്പിക്കുക. അത് 3 മാസം വരെ ആണെങ്കിൽ സ്പെഷ്യൽ സബ് ജയിലിലേക്കും 6 മാസം വരെ ആണെങ്കിൽ ജില്ലാ ജയിലിലേക്കും മാറ്റും. ഇനി 6 മാസത്തിൽ കൂടുതൽ ശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ആണെങ്കിൽ അവർ നേരെ പോകുന്നത് സെൻട്രൽ ജയിലുകളിലേക്കാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ജയിലുകളുടെ തരംതിരിവും ആളുകളെ എങ്ങനെയാണ് അവിടേക്ക് അയക്കുന്നതെന്നും മനസ്സിലായി. ഇനി അവസാനമായി, ഇത്രയും വലിയൊരു സംവിധാനത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ഉദ്യോഗസ്ഥരുമൊക്കെ ആരാണെന്ന് കൂടി നോക്കാം. ഈ വകുപ്പിന്റെ ഏറ്റവും തലപ്പത്തുള്ളത് DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്. ഭരണപരമായ എളുപ്പത്തിനു വേണ്ടി സംസ്ഥാനത്തെ തെക്ക്, മധ്യം, വടക്ക് എന്നിങ്ങനെ 3 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ സോണിന്റെയും തലപ്പത്ത് ഒരു DIGയും ഉണ്ടാകും. ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണമല്ലോ. അതിനായി ഒരു പ്രത്യേക സ്ഥാപനമുണ്ട്, തിരുവനന്തപുരത്തെ പൂജപ്പുരയിലുള്ള സിക്ക, അതായത് SICA. ഈ ടൈം ലൈൻ നോക്കുമ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവും. പഴയ ബ്രിട്ടീഷ് കാലത്തെയും നാട്ടുരാജ്യങ്ങളിലെയും നിയമങ്ങളിൽ നിന്ന് തുടങ്ങി 2010-ൽ എത്ര ആധുനികമായൊരു നിയമത്തിലേക്ക് കേരളത്തിലെ ജയിൽ സംവിധാനം മാറിയെന്ന് നോക്കൂ. അതൊരു വലിയ മാറ്റമായിരുന്നു. ആ മാറ്റം എന്തായിരുന്നു? അത് വെറുമൊരു നിയമത്തിന്റെ പേരുമാറ്റമായിരുന്നില്ല. ജയിലുകളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ വന്ന ഒരു വലിയ മാറ്റമായിരുന്നു അത്. ആ മാറ്റം ആ വകുപ്പിന്റെ പേരിൽ തന്നെയുണ്ട്: കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. ഇതിലെ കറക്ഷണൽ എന്ന വാക്കിന്റെ അർത്ഥം സംശുദ്ധീകരണമെന്നാണ്. അതായത് ശിക്ഷിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം, മറിച്ച് കുറ്റവാളികളെ തിരുത്തി ശുദ്ധീകരിച്ച് നല്ല മനുഷ്യരായി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന വലിയൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. അപ്പോ
നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് ഈയൊരു ചോദ്യത്തോടെയാണ്. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം ശിക്ഷയിൽ നിന്ന് സംശുദ്ധീകരണത്തിലേക്ക് മാറുമ്പോൾ ജയിലെന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തന്നെ അത് മാറ്റാൻ പ്രേരിപ്പിക്കുന്നില്ലേ? ചിന്തിച്ചു നോക്കൂ.